റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി. റഡാർ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് NDRF, ഫയർഫോഴ്സ്, പോലീസ്, നേവി എന്നിവരുടെ സംയുക്ത തിരച്ചിൽ പുനരാരംഭിച്ചത്. അർജുനടക്കം 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. Going on, there is a missing complaint of both a person as well as the lorry. So adu 3 people missing idare. Adaralli in that 1 person is this. So we are doing the rescue operations. Don't blame that they are not working. They are working by 24/7. Night also we cannot work because siding we cannot say that Baba how it will come and all this. This is a mistake. What we have during the road construction, this mistake has happened. For that mistake, our people are suffering. During the construction, when the blasting happens, it leaves one connectivity of the mud, it slowly opens. And when the water pours inside, it will crack in between and it will collapse. KV ബൈജു ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. ബൈജു, വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ടോമെ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രി കുമാരസ്വാമി ഈ പ്രദേശം ഇപ്പോൾ സന്ദർശിച്ച് മടങ്ങുന്നതാണ്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അതിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ അപകടം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കാനായി എത്തിയത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ഊർജിതമായ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത് അത്തരത്തിൽ വലിയ ഊർജിതമായ തിരച്ചിൽ തന്നെയാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു ലോറിയുടെ സിഗ്നൽ ലഭിച്ചു എന്നത് തന്നെയാണ്. ഈ വാർത്ത നമ്മൾ തന്നെയാണ് ആദ്യം പുറത്തുവിടുന്നതും. എന്തായാലും നിരവധി ആളുകളാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് തത്സമയം കാണാം. നിരവധി ആളുകൾ നിരവധി വാഹനങ്ങളിലും മറ്റുമായി ഇപ്പോൾ ഇവിടത്തേക്ക് ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കന്നഡ ചാനലുകളും ഇന്ന് രാവിലെ മുതൽ സജീവമാണ് ഈ വാർത്തയിൽ. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇതിപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തോടുകൂടിയുള്ള ഒരു പ്രദേശമാണ്. ഇതിനപ്പുറം ആർക്കും തന്നെ പ്രവേശനമില്ല. ഇവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. പോലീസ് പ്രത്യേക ബാരിക്കേഡ് തീർത്ത്. എന്നാലും കുമാരസ്വാമിയുടെ വാഹന വ്യൂഹമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ ഊർജിതമായ തെരച്ചിലാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വലിയ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഇന്ന് കൊണ്ടുവന്നതും ഇത്തരത്തിൽ തെരച്ചിലിനായി ഉപയോഗിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഈ ലോറിയുടെ ഒരു പൊസിഷൻ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ പ്രദേശത്താണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നത്. 5ഉം 6ഉം JCB ഉപയോഗിച്ച് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണർന്നു പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. ചൊവ്വാഴ്ചയാണ് ഈ അപകടം നടന്നത്. ഇപ്പോൾ 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ അർജുൻ ഉൾപ്പെടെ കാണാതായിട്ട്, ലോറിയും അർജുനും ഉൾപ്പെടെ കാണാതായിട്ട്. കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പുഴയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. പുഴയിൽ ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ട്. അത് കണ്ടവരുണ്ട് അത്തരത്തിൽ ഒഴുക്കിൽപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേവിയുടെ സംഘം ഇത്തരത്തിൽ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഈ ലോറി ഉള്ള സ്ഥലം ഏകദേശം സൂചന നമുക്ക് ലഭിക്കുന്ന ലോറി എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ആ സ്ഥലത്ത് മണ്ണുകൾ മാറ്റാനുണ്ട്. വലിയ തോതിൽ മണ്ണുകൾ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമാണ് ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ സമയമെടുക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ആ മണ്ണ് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേരത്തെ ജില്ലാ കളക്ടറും ഒപ്പം SP-യും പങ്കുവച്ചത്. ഏതായാലും ദൃശ്യം, ഈ മുകളിലുള്ള ദൃശ്യം നമ്മൾ ആണ് ആദ്യം പുറത്ത് വിടുന്നത്. ഈ സംഭവം ഈ 3 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ശിരൂരാണ്. ശിരൂരിന്റെ 3 കിലോമീറ്റർ മാറിയാണ് അപകടം നടന്ന ആ സ്ഥലത്തേക്ക്
ഭാഗത്തേക്ക് ഇപ്പോൾ കയറ്റിവിടുന്നില്ല. ഇന്ന് 11:30 കൂടിയാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. തത്സമയം അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനും കഴിഞ്ഞു, പ്രേക്ഷകർക്കായി നൽകാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ പറയും. ഒരു പുഴ, സമീപ പ്രദേശത്തെ പുഴ പൂർണ്ണമായും നികത്തിയ നിലയിലാണ്. വലിയ ഉരുളൻ കല്ലുകളും അതുപോലെ തന്നെ ചെളി നിറഞ്ഞ ഒരു കാലാവസ്ഥയുമാണ്. ഏതായാലും വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ഏത് സമയത്തും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനകം നമ്മളെല്ലാം തന്നെ അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് നടന്നിട്ട് 3-4 ദിവസമാകുന്നു. ഇത്രയും ദിവസമായിട്ടും ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടായില്ല, ഊർജിതമായ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല. മാധ്യമങ്ങളടക്കം ശ്രദ്ധ ചെന്നത് പിന്നെയാണ് അല്പം ഊർജിതമായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായതെന്ന വിമർശനമൊക്കെ ഉയർന്നിരുന്നല്ലോ. ഇത് ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? അവിടുത്തെ കാലാവസ്ഥ ഏതെങ്കിലും രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ ബൈജു? ടോമെ, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കാലാവസ്ഥയിൽ നല്ല കാലാവസ്ഥയാണെന്നുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ചെറിയ ചാറ്റൽ മഴ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും ചാറ്റൽ മഴയുണ്ട്. പക്ഷെ അതേതെങ്കിലും ഇത്തരത്തിൽ തിരച്ചിലിനെ ബാധിക്കില്ല. കാരണം അത്രത്തോളം പ്രതിരോധമായ ഒരു കാലാവസ്ഥയല്ല ഉള്ളത്, അനുകൂല കാലാവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോഴും കലക്ടർ വ്യക്തമാക്കിയത്. ചാറ്റൽ മഴ മാത്രമാണ്. വലിയ മൂടിക്കെട്ടിയ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. തുടർച്ചയായ 4-5 ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലേറ്റവും ടോം സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ചൊവ്വാഴ്ച രാവിലെ 8:30 നടന്ന ഒരു അപകടം, അതിനുശേഷം അന്ന് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി 7 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുന്നിന് താഴെ ഒരു ചായക്കടയുണ്ടായിരുന്നു. ഈ ചായക്കട കേന്ദ്രീകരിച്ചാണ് ഇവിടെ ലോറികളൊക്കെ എത്തിയാൽ താവളമാക്കുന്നതും ഇവിടെ വിശ്രമിക്കുന്നതുമൊക്കെ. അങ്ങനെയാണ് അർജുന്റെ വാഹനവും ഇവിടെ എത്തിയതും. പുലർച്ചെ 3 മണിക്ക് ഇവിടെ വിശ്രമിക്കാനായി ഇവിടെ ലോറി നിർത്തിയിട്ടതും. അപ്പോഴാണ് 8:30 വലിയ മല ഇടിഞ്ഞ് ഈ താഴേക്ക് പതിച്ചത്. എന്തായാലും ഈ മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതേസമയം അർജുന്റെ കാര്യത്തിൽ അർജുൻ ജീവനോടെ പുറത്തേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമല്ല, അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴ അത് വലിയ തോതിൽ ബാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും പ്രദേശത്ത് ഭീകരാവസ്ഥയാണ്. ആ പ്രദേശത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നു. കിലോമീറ്ററോളം ദൂരമാണ് ഈ വലിയ മലയുടെ ഭാഗം അടർന്ന് താഴേക്ക് വീണത്. അത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ റോഡ്, നമ്മൾ ഈ കാണുന്ന റോഡ് പൂനെ മംഗളൂരു എല്ലാ വാഹനങ്ങളും ഈ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ്. ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് വലിയ തോതിലുള്ള വാഹനങ്ങൾ ഇതുവഴി ഉണ്ടായിരുന്നില്ല. രാവിലെ 8:30 ആയതുകൊണ്ട് തന്നെ പല ലോറികളും ഈ സമയത്ത് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. 9-10 മണിയാകുമ്പോൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരു ഡ്രൈവർ തന്നെ നമ്മോട് പറഞ്ഞത് 1 മണിക്കൂർ വൈകി, അതുകൊണ്ട് താൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. അദ്ദേഹം ഇപ്പോഴും നമുക്ക് അരികിലായ ഒരു സ്ഥലത്ത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാഹനം, പത്തനംതിട്ട സ്വദേശിയാണ്, വാഹനം നിർത്തിയിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുകയാണ്. ഇവിടുന്ന് ഈ ഭാഗങ്ങളിലൂടെ വേണം അപ്പുറത്തേക്ക് കടക്കാൻ. പക്ഷേ ആ വഴി ഈ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെങ്കിൽ വലിയ തോതിലുള്ള പ്രവർത്തികൾ നടത്തേണ്ടിയിരിക്കുന്നു. കിലോമീറ്ററോളം ദൂരത്തിൽ ചെളിയും മണ്ണും കല്ലും റോഡിൽ പതിച്ചിരിക്കുന്നു. പക്ഷെ മാത്രമല്ല ആ ഭാഗങ്ങളിൽ വീണ്ടും മലയിടിച്ചിലിന് സാധ്യതയുണ്ട്. അത്തരത്തിൽ മലകൾ ഇളകി നിൽക്കുന്ന ഭാഗത്തിൽ കാണാം. നമ്മൾ തന്നെ അവിടെ എത്തുമ്പോൾ ഈ രക്ഷാപ്രവർത്തകർ നമ്മോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോകാനാണ് പറഞ്ഞത്. കാരണം ഏത് സമയത്തും ഒരു ദുരന്തം ഉണ്ടാകുന്ന ഇത്തരത്തിൽ മലകൾ താഴേക്ക് പതിക്കാനായ രീതിയിൽ ബൈജുലേക്ക് മടങ്ങിയെത്താം. ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ട്രക്ക് ഡ്രൈവർ ഹംസയുടെ പ്രതികരണം ഒന്ന് കേൾക്കണം. കാരണം ഇവിടെ തുടർച്ചയായി ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന പ്രദേശമാണ്. യാത്ര വൈകിയത് കൊണ്ട് മാത്രമാണ് ഷിരൂർ അങ്കോലയിലെ മണ്ണിടിച്ചിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് പത്തനംതിട്ട സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ ഹംസ പറയുന്നത്. സ്ഥിരമായി വിശ്രമിക്കാനുള്ള പ്രദേശമാണ് ഷിരൂർ. പുതിയ പാത വന്നതിന് ശേഷം പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ടെന്നും ഹംസ പ്രതികരിച്ചു. ഹംസയുടെ വാക്കുകളിലേക്ക്. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളിവിടെ വെളുപ്പിന് 3 മണിക്ക് കയറി വെള്ളമെടുത്ത് ബാക്കിയുള്ള ഇതെല്ലാം കഴിഞ്ഞ് പോയതാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം 1 മണിക്കൂർ താമസിച്ച്, ഇല്ലെങ്കിൽ ഞങ്ങളും ഈ സംഭവത്തിൻ്റെ അകത്ത് ഉൾപ്പെടേണ്ട. ഇവിടെ നമ്മൾ അങ്ങോട്ട് കടത്തി വിടത്തില്ല. പോലീസുകാർ പിന്നെ വണ്ടി തിരിച്ച് വിട്ട് പിന്നെ മല വഴിയൊക്കെ കറങ്ങിപ്പോകണം. അത് കാരണം 5 ദിവസം കൊണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. സ്ഥിരം വരുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെയാണ് കൂടുതലും മണ്ണിടിച്ചിൽ. ഇവിടെ ഇടിയും എല്ലാപ്പുരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇടിയും. പിന്നെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്.
ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊന്നും ചെയ്തു തരാറില്ല. അതേപോലെ അവരിപ്പോൾ അവിടെ ചെന്നു വണ്ടി തിരിച്ചു ഇവിടെ കൊണ്ടുവിട്ടു, അവരവരുടെ ഇതിന് പോയി. ഇവര് അപകടം നടന്ന് 7 പേർ മരിച്ചു, വലിയ തോതിലുള്ള ഗതാഗത തടസ്സമുണ്ടായി. ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റും? മാറ്റാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ പോകാനോ അല്ല മറ്റുള്ള ഇതെല്ലാം അവരുണ്ടാക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു സംവിധാനം ഇത്രയും ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടി എത്തിയ ഈ സംഭവം നടക്കുന്നത് 8:45. ആ സമയത്ത് നമ്മൾ എത്തണ്ട. ഇവിടെ നമ്മുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും. വേറെ കേരളത്തിലുള്ള കുറേ വണ്ടികളിൽ ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോയി ഓരോരുത്തർക്ക് താന്നും ഇതൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. കെ വി ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഈ ട്രക്ക് ഡ്രൈവർ ഹംസ പറഞ്ഞത് പതിവായി ഈ പുതിയ പാത വന്ന ശേഷം ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇതുപോലുള്ള ഒരു അപകടം ഇതിനു മുൻപ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെ? തീർച്ചയായും ഈ കാലവർഷത്തിൽ വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ദേശീയപാതയിൽ ഈ പ്രദേശങ്ങളിലെല്ലാം നിൽക്കുന്നത്. പ്രധാനമായും ഈ വലിയ കുന്നുകൾ അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ച് റോഡ് നിർമ്മിച്ച രീതിയിലാണുള്ളത്. ഈ അപകടം നടന്ന പ്രദേശം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം ഒരു ഭാഗം മുഴുവൻ പുഴയാണ്, വലിയ തോതിലുള്ള കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ്. അതിന് തൊട്ട് സമീപത്തായാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. ആ മല അശാസ്ത്രീയമായ രീതിയിൽ കുത്തനെ ചെരിവില്ലാത്ത രീതിയിൽ കുത്തനെ ഇടിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വലിയ മല താഴോട്ട് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ടവർ, ഇതിന് മുകളിലുണ്ടായ വലിയ ടവറൊക്കെ താഴേക്ക് പതിച്ച ഒരു രീതിയാണ്. അത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ദേശീയപാതയുടെ നിർമ്മാണം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലവും അപകടകരമായ ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ചെമ്മണ്ണ് അത് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന രീതിയിലാണ്. ഇവിടെയും പോലീസ് നമ്മളെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു മലയിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഏറ്റവും അടുത്തൊരു 3 കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ശിരൂരിലെ ഈ സ്ഥലം. ഇത് അപകടത്തിന് തൊട്ട് അടുത്താണ്. ഇപ്പോൾ എന്തായാലും ഈ അർജുനെ കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്ന് മുതലാണ് ഈ അന്വേഷണം, ഈ അർജുനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയത്. ഇന്നലെയൊക്കെ മന്ദഗതിയിലായിരുന്നു. 3 JCB ഉപയോഗിച്ച് മേൽമണ്ണ് മാത്രം നീക്കം ചെയ്യുന്ന ഒരു തരത്തിൽ പ്രവർത്തനമായിരുന്നു നടന്നത്. അത് 9 മണിയോടുകൂടി തന്നെ ആ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് പുലർച്ചെ 6:30 തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. 100ഓളം NDRF ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം ഫയർഫോഴ്സ്, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഈ ശിരൂരിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രത്യേകത. 16-ാം തീയതി അപകടം നടന്ന സമയത്ത് അന്ന് വൈകിട്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ഇവർ തിരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം കേരളത്തിൽ നിന്നും ഉള്ള അർജുൻ ഇത്തരത്തിൽ ലോറിയുമായി ഈ കാണാതായിട്ടുണ്ട്, ഈ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത വരികയും പിന്നീട് വലിയ ഇടപെടലുകൾ ഉണ്ടായതും ചെയ്തതോടുകൂടിയാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കിയത്. അതിനുശേഷം ഇന്ന് വലിയ തോതിലുള്ള ഏതായാലും തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും SP, കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ ഉടൻ തന്നെ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ഏതായാലും ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നമ്മൾ അവിടെ നിന്നും താഴെ ഇറങ്ങിയിട്ട് ആ ലോറി ഉണ്ട് എന്ന ലൊക്കേഷൻ, അതായത് ഈ ഇത്തരത്തിൽ റഡാറിൽ കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ കൃത്യമായ മണ്ണെടുക്കുന്നത്. മണ്ണെടുത്തതിന് ശേഷം ആ ലോറി കണ്ടെത്താനാകുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമ്മോട് അവർ പങ്കുവച്ചത്. കുടുംബത്തിലെ 2 പേർ ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട്. ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇവരോടും ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചിത്രീകരിക്കുകയോ മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യരുതെന്ന കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ആ പ്രദേശത്തേക്ക് അവരെ കൊണ്ടുപോയതും. നമ്മളെ തന്നെ ഇവിടുത്തെ കാർവാർ MLA ഇടപെട്ട് പോലീസ് ഇത്തരത്തിൽ അവിടത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹമാണ് നമ്മളെ ആ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം ഇടപെട്ടതുകൊണ്ടാണ് അവിടെ പോകാൻ കഴിഞ്ഞതും അവിടുത്തെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും. ഏതായാലും രാവിലെയൊക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ആ സമയത്താണ് നമുക്ക് അവിടെ എത്താൻ സാധിച്ചതും തത്സമയം എല്ലാ ദൃശ്യങ്ങളും നമുക്ക് നൽകാൻ സാധിച്ചതും. എന്തായാലും വലിയ തോതിലുള്ള ഒരു അപകടം തന്നെയാണ് നടന്നതെന്ന് ദൃശ്യങ്ങൾ കൃത്യമായി ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ രീതിയിൽ വലിയ ചെളിയും മണ്ണും കല്ലും ഒക്കെ റോഡിൽ സൈഡിൽ കാണാം. എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കണമെങ്കിൽ ഇനി ദിവസങ്ങളോളം എടുക്കും.
എടുക്കും, ചിലപ്പോൾ ആഴ്ചകളോളം എടുക്കാനാണ് സാധ്യത. അത്തരത്തിൽ മണ്ണും ചെളിയുമൊക്കെ ഇവിടെ കെട്ടി കിടക്കുന്നുണ്ട്. ഒരു കിലോമീറ്ററോളം 1-2 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഏതായാലും ഒരു ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവ ഈ ഭാഗത്താണ്. തിരിച്ച് അപ്പുറം ഭാഗം മംഗളൂരുവിൽ നിന്നും വരുന്ന ഭാഗമാണ്. ആ ഭാഗത്തും നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് വശത്തുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഇനി മറ്റിടങ്ങളിലെ മണ്ണ് നീക്കുന്നതൊക്കെ നിർത്തിവെച്ച് ലോറി കണ്ടെത്തി എന്ന് റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇപ്പോൾ കൃത്യമായി മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് മുഴുവൻ നീക്കിയതിന് ശേഷം ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ അർജുനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് കുടുംബങ്ങളും ഒപ്പം ബന്ധുക്കളും നമ്മൾക്കും ഏതായാലും പങ്കുവെക്കാനുള്ളത്. ടോം. അത് തന്നെയാണ്, കുടുംബം വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. കാരണം ഇത്രയും സമയമായി ഈ അർജുനെ കാണാതായിട്ട്. പക്ഷെ അതിൻ്റെ ആശങ്ക അവർക്കുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥ ഉണ്ടായതായി അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. നിർണായകമായ ആദ്യ 48 മണിക്കൂറിൽ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം ഉണ്ടായതായാണ് കുടുംബം പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷ വന്നെങ്കിൽ രാത്രിയോടെ തെരച്ചിൽ നിർത്തുകയായിരുന്നുവെന്നും അർജുൻ്റെ സഹോദരി പ്രതികരിച്ചു. തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് സംഭവസ്ഥലത്തുള്ള അർജുൻ്റെ ഭാര്യ സഹോദരൻ ന്യൂസ് 18 പറഞ്ഞു. അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ജിതിൻ വ്യക്തമാക്കി. ഇന്നലെ ശരിക്കും കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ ന്യൂസിന്റെയും നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റിന്റെയും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഉണ്ട്, ഞാൻ പ്രതീക്ഷ അവനെ ജീവനോട് തിരിച്ചു കിട്ടുന്ന 100% വിശ്വാസമുണ്ട്. ജീവന്റെ എന്തെങ്കിലും കണിക നിലനിർത്താനുള്ള അത് അർജുനാണ് നിലനിർത്തുക. ശ്രമിക്കുന്നുണ്ടാവും, എല്ലാവരും അവരുടെ രീതിയിൽ ശ്രമിക്കും. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു ആള് പറഞ്ഞതുകൊണ്ടോ ഇന്നാൾ പറഞ്ഞതുകൊണ്ടോ ഇല്ലാന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കുടുംബത്തിൽ ഞാനുണ്ട്, അർജുന്റെ അനിയനുണ്ട്, അർജുന്റെ ഒരു കസിനും ഉണ്ട്. അർജുൻ ജീവനോടെ തന്നെ തിരിച്ച് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. ഒപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നതും. ഇന്നേക്ക് 5 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഭയങ്കര അനാസ്ഥ അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഒരു തെരച്ചിൽ വലിയ രീതിയിൽ നടക്കുന്നത്. ഈ ഒരു തെരച്ചിൽ അന്ന് മുതലേ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു 48 മണിക്കൂർ ഭയങ്കര ഡിലേ ആണ് വന്നത്. നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ അവനെ കണ്ടു കിട്ടിയിട്ട് ഇത് നിർത്തൂന്ന് വിചാരിച്ചു. എന്നെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല. ആസ് എ കോമൺ പീപ്പിൾ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മുതൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഡിയയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലോ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ഒരു പോലീസ് ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ചു. അവരെടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെനയാന്ന് സാറിന്റെ പോയി കാണുന്നതും. അതിനുശേഷമുള്ള ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആ ഒരു സ്ഥലത്തെത്തിയത്. റെസ്ക്യൂ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്.